ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ കൃഷ്ണൻ്റെ ജനനാട്ട. കൃഷ്ണൻ ദേവകിയുടെയും വാസുദേവരുടെയും മകനായിട്ട് കാരാഗ്രഹത്തിലാണ് ജനിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ മധുരയിലെ കാരാഗ്രഹത്തിലാണ് ജനിക്കുന്നത്. കംസൻ്റെ ഉറ്റ സഹോദരി, അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു സഹോദരിയായിരുന്നു ദേവകി. ആ ദേവകിയുടെ വിവാഹം ഇങ്ങനെ പോവാണ്. കംസൻ തേര് തെളിക്കുക അത്ര സന്തോഷത്തോടു കൂടി പോകുമ്പോഴാണ് ഈ രാശരീര് കേൾക്കുന്നത്. കംസ, നിൻ്റെ കാലം കഴിഞ്ഞു. ഇനി ഇവൾക്ക് ജനിക്കണ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലുമെന്ന് പറയും. അപ്പോൾ ആദ്യം തന്നെ ഈ ദേവകിനെ കൊല്ലാനാണ് നോക്കുക. പിന്നീട് ആൾ വിചാരിക്കും 8ാമത്തെ പുത്രനല്ലേ, പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം വിടും. വിട്ട് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും നാരദൻ വന്നിട്ട് പറയും, നീ എന്ത് പണി ചെയ്ത് അവരെ കുട്ടികൾ പ്രസവിച്ച് കഴിഞ്ഞ് കാണുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ വീണ്ടും പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് ഈ കാരാഗ്രഹത്തിലിടാണ്. കാരാഗ്രഹത്തിലിട്ട് അങ്ങനെ 8 മക്കളെ പ്രസവിക്കാനായിട്ട് ഓരോ മക്കളെയും ഇവൻ എറിഞ്ഞ് കൊല്ലുകയാണ്. കൊന്ന് ലാസ്റ്റ് 7ാമത്തെ പുത്രൻ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ രോഹിണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാര്യയുണ്ട് വാസുദേവർക്ക്. അങ്ങോരെ വയറ്റിലേക്ക് മാറ്റണം ഗർഭം. അത് 8ാമത്തെ പുത്രൻ ഇവൻ ജനിക്കാനായിട്ട് പോകുമ്പോൾ ഭഗവാൻ പറയും, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവനെ അവിടുന്ന് പ്രസവിച്ച് കഴിഞ്ഞാന്ന് പറയാം. അങ്ങനെ മാറ്റുന്നതാണ് നന്ദഗോപുരം അടുക്കി മാറ്റണം. എല്ലാവരും ഉറക്കമായിരുന്നു. അവർ നന്ദഗോപുരം അടുക്കി മാറ്റുമ്പോൾ അവിടുത്തെ പെൺകുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെടുത്തണം. അത് ഭദ്രകാളിയായിരുന്നു. കംസ അറിഞ്ഞു കുട്ടി ജനിച്ചെന്ന് അറിഞ്ഞപ്പോൾ എറിഞ്ഞു കൊല്ലാൻ വന്നപ്പോൾ ആ കുട്ടി ഭദ്രകാളിയായി മാറുകയും അങ്ങനെ കംസ നിനക്കുള്ള ആൾ ജനിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോൾ കംസന് ആകെ പേടി. ആ ഭാഗത്തെ എല്ലാ കുട്ടികളെയും കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഏർപ്പാട് ചെയ്തതിന് ശേഷം കുറേ കുട്ടികളെ കൊന്നു. പക്ഷേ ഈ നന്ദഗോപുരമായിട്ടും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അവർക്ക്. അത് കാരണം കൊണ്ട് എന്തായി, നന്ദഗോപുര കുട്ടീനെ കൊണ്ട് കാണിച്ചു കൊടുത്താൽ ആളെ കൊന്നില്ല. അങ്ങനെയാണ് ഈ കുട്ടി പിന്നീട് കംസനെ കൊല്ലണത്. ഇതാണ് കഥ. കാരാഗ്രഹം മധുരയിലാണ് കേട്ടോ. മധുരയിൽ പോയി കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ പോയി കാണണം. അങ്ങനെ കൃഷ്ണൻ ജനിച്ചു. ഇനിയുള്ളത് കഥ അടുത്തായി പറയാം കേട്ടോ.